നയിക്കട്ടെ ഒന്നും പിന്നും നോക്കാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം സജീവ് ജോസഫ് ഈ നാട്ടിൽ ചെയ്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയും UDF ഭരണം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കേരള നാട്ടിൽ പ്രതിപക്ഷത്തെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് ഈ 102 സീറ്റിൽ UDFന് അധികാരത്തിലെത്തിയ നേതാവാണ് VD സതീശൻ. അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ഈ ഇരിക്കൂറിന്റെ മണ്ണിൽ റീഇലക്ഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതൃത്വത്തിന് തീരുമാനമെങ്കിൽ അത് ഏത് തരത്തിലുള്ള നടപടിയാണെങ്കിലും ആ നടപടി നേരിട്ടുകൊണ്ട് ശക്തമായ ഇവിടുത്തെ UDF പ്രവർത്തകർ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഐക്യദാർഢ്യം 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 ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ്. പറഞ്ഞത് എംപിമാരെ മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? KC വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ KC വേണുഗോപാലാണ്. സുധാകരന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ താല്പര്യമില്ല. ചരിത്രത്തിൽ 49 വർഷമായിട്ട് തളിപ്പറമ്പിൽ CPM-ന് ഒരു MLA ഇല്ലാത്ത കാലഘട്ടം വന്നിട്ടുണ്ട് എങ്കിൽ KC വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ UDF പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഇരിക്കൂറിന്റെ മണ്ണിൽ പാറ്റാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ UDF-കാരാണ്, പാർട്ടി വക്താക്കളാണ്, മെമ്പർമാരാണ്, ഔദ്യോഗിക ഭാരവാഹിത്തിലുള്ള ആൾക്കാർ വരെ ഇവിടെയുണ്ട്. ഞങ്ങളും വെല്ലുവിളിക്കുന്നു. KC വേണുഗോപാലിന്റെ എന്നല്ല, MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരും ആവട്ടെ, അവരെ തോപ്പിച്ചിട്ട് KCയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാണ്, സുധാകരൻ സാറേ, താങ്കളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയപ്പോൾ ഒരുപാട് നെഞ്ച് വിങ്ങിയവരാണ് ഞങ്ങൾ. ആ സമയത്ത് നിങ്ങളൊരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇന്ന് ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങളുള്ള ബഹുമാനം പോയി സുധാകരൻ സാറേ. നിങ്ങളെ ഈ ഇരട്ടത്തോപ്പ് നയമുണ്ടല്ലോ, 2 വെള്ളത്തിലും കാല് കെട്ടി വെച്ചിട്ടുള്ള നൃത്തം, അതാദ്യം നിങ്ങൾ മതിയാക്കാം. നിങ്ങളോട് MP-മാര് മത്സരിക്കണമെന്ന് മറ്റും മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ MP ആയിട്ട് മത്സരിച്ച ഒരാൾ രാജിവെച്ചിട്ട് വന്നിട്ട് വീണ്ടും കണ്ണൂർ മുഖ്യമന്ത്രിയാക്കാൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഈ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളാ. നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ, ഇപ്പൊ പുച്ഛമായിട്ട് മാറിയിരിക്കുകയാണ്. സുധാകരൻ സാർ പറഞ്ഞിരിക്കേണ്ടത് പാർട്ടി അധികരിക്കുന്ന നടപടിയില്ല. പാർട്ടിയാണ് ഉള്ളത്, UDF ആണ് വരുന്നത്. UDF-നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ നാട്ടിലെ തെരുവാർക്കളിൽ ഇന്നലകൾ അടികൊണ്ടവരാണ് ഞങ്ങൾ. DYF-ഒക്കെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ പോലീസിൽ നിന്ന് കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിലപാടുള്ള രാജകുമാരൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ആവർത്തിച്ച് ചോദിക്കട്ടെ, KC വേണുഗോപാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നാൽ തോൽവി രുചിക്കേണ്ടി വരും. ഒരു ഘട്ടത്തിൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ 1800 വോട്ട് പുറകോട്ട് പോകേണ്ടി വന്നപ്പോൾ KC ജോസഫ് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പ്രശ്നം എന്താണ്? പക്ഷെ അതുപോലെ ഒരുപക്ഷെ 1800 വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു വോട്ടാണ് എന്ന് നമ്മൾ കരുതും. ഇപ്പോ 246 വോട്ടുകളുണ്ട്. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നില്ല. ഈ നാട്ടിലെ ആളുകൾ അംഗീകരിക്കുന്ന പോലെ മറ്റാരെങ്കിലും വന്ന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു നേതാവിനും ഞങ്ങളെതിരാണ്. മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഒറ്റനാളിൽ പൊട്ടിച്ചു വിടും. തളിപ്പറം പയ്യന്നൂർ അത്ര വിദൂരമല്ല, അതുപോലെ നമ്മൾ പൊട്ടിച്ചടക്കിടും. ഇവിടെ വേറെ ആൾ ആവശ്യമില്ല. സതീശന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഈ നാട്ടിനകത്തെ അക്രമങ്ങളും മറ്റ് സംഭവങ്ങളും നടക്കുമ്പോൾ ഈ നേതൃത്വത്തെ മികച്ച രീതിയിൽ നയിച്ച വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഭരണം 102 സീറ്റിനകത്ത് എത്തിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നേതൃത്വത്തോട് ഞങ്ങൾ പറയുകയാണ്, വരും ദിവസങ്ങളിൽ അതിശക്തമായ സമര പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് 5 വർഷത്തെ MLA മുന്നും പിന്നും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ, വിപക്ഷത്തെ ആഗ്രഹിക്കുക, വിപക്ഷത്തെ പ്രകടനം നയിച്ചത് പ്രിയങ്കരനായ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ VS അച്യുതാനന്ദന് കിട്ടിക്കൊണ്ടിരുന്ന അതേ പിന്തുണയാണ് ഇന്ന് വി ഡി സതീശന് കേരളത്തിലെ ജനങ്ങൾ നൽകുന്നത്. ആ വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ആ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് കേരളത്തിലെ 80% പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിലെത്തിക്കാൻ ഞങ്ങൾക്ക് ഇതാണൊരു മാർഗം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടുമായി മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, വി ഡി സതീശനായിക്കോട്ടെ. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ 100-ലധികം സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ആർജവത്തോടെ പറഞ്ഞ ആ നേതൃത്വത്തിനാണ് ഞങ്ങളുടെ പിന്തുണ. ഇവിടുത്തെ ഞങ്ങളെല്ലാവരും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങളെ ചേർത്ത് നിർത്തിയ 5 വർഷക്കാലം ഞങ്ങളെ ചേർത്ത് നിർത്തിയ നേതാവ്, ആ നേതാവിനോട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൂർ എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിനോട് തെരുവിലിറങ്ങുക എന്നുള്ളതാണ്. വി ഡി സതീശനെ ഐക്യദാർഢ്യം, വി ഡി സതീശനെ ഐക്യദാർഢ്യം, വി ഡി സതീശനെ ഐക്യദാർഢ്യം, വി ഡി സതീശനെ ഐക്യദാർഢ്യം. ഞങ്ങൾക്കുണ്ടൊരു MLA, ഞങ്ങൾക്കുണ്ടൊരു MLA, ഞങ്ങൾക്കുണ്ടൊരു MLA, ഞങ്ങൾക്കുണ്ടൊരു MLA. ഇരിക്കൂറിന്റെ വികസന നായകൻ, ഇരിക്കൂറിന്റെ വികസന നായകൻ, ഇരിക്കൂറിന്റെ വികസന നായകൻ, ഇരിക്കൂറിന്റെ വികസന നായകൻ. 5 കൊല്ലം തികയ്ക്കട്ടെ, 5 കൊല്ലം തികയ്ക്കട്ടെ, 5 കൊല്ലം തികയ്ക്കട്ടെ. 5 കൊല്ലം തികയ്ക്കട്ടെ. സജീവ